നാലാമത്തെ ബോട്ടിലും കുടിച്ച് കാലിയാക്കിയതിനു ശേഷം ശിവ സിഗരറ്റ് എടുത്തു. ഡാനി അവന്റെ കൈ പിടിച്ചു. അവന്റെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് ശിവ സിഗരറ്റ് കത്തിച്ച് പുക ഊതി വിട്ടു. ശിവയുടെ സങ്കടം കണ്ട് ഡാനിക്ക് അഞ്ജലിയോട് ദേഷ്യം കൂടി വന്നു. ശിവ മതി, നിർത്ത്, നമുക്ക് പോടാം. അവന് മറുപടി നൽകാതെ ശിവ അടുത്ത ബോട്ടിലെടുത്ത് കൂടി തുടങ്ങിയിരുന്നു. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ട് ഡാനി പിന്നെയൊന്നും പറഞ്ഞില്ല. ഡാ, പെണ്ണിന് വേണ്ടി നീ കുടിക്കലാണ്. ഞാനും കൂടെ കാരണമല്ലേ ഇതൊക്കെ. നീ എന്നൊന്ന് ചീത്ത പറയെങ്കിലും ചെയ്യേ. പെണ്ണല്ലേ വർഗം, ചതിക്കും നമ്മൾ ഓർത്തില്ല. ഇതിനുള്ള ഡാനി അവൾക്ക് കൊടുത്തിരിക്കും. ഡാനിയുടെ സംസാരം കേട്ട് ശിവ അവനെ നോക്കി. സിഗരറ്റിന്റെ അവസാന പുകയെടുത്ത് നിലത്തിട്ട് ചവിട്ടി. ശിവ എഴുന്നേറ്റ് ബാറിൽ നിന്നിറങ്ങി. ഡാനി അവന് കൂടെ തന്നെ പോയി. ബൈക്കിൽ കയറിയുന്ന ശിവയെ ഡാനി തടഞ്ഞു. നീ ഓടിക്കണ്ട. ഞാൻ ഫിറ്റല്ലടാ. എത്ര കുടിച്ചാലും ശിവയൊന്നും ഫിറ്റാവില്ല. എന്നാലും നീ വരണ്ട. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇനി എന്തിനാ അവളെ കാണുന്നത്? എല്ലാം അഭിനയാണെന്ന് പറഞ്ഞവൾ പോയില്ലേ? അഭിനയം തന്നെയാണ്, പക്ഷെ ഇതുവരെ ഉള്ളതല്ല. ഇന്ന് അവൾ എന്നോട് പറഞ്ഞതായിരുന്നു അഭിനയം. ശിവ പറയുന്ന കേട്ട് ഡാനി മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. ശിവ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡാനി ചാടിക്കയറി. അവനെ തനിച്ചു വിടാൻ ഡാനി തയ്യാറല്ലായിരുന്നു. അതെ, ഞാൻ അഭിനയിച്ചതാ. പക്ഷെ ശിവയെ പ്രണയിച്ചല്ല അഭിനയം. ഇന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞെല്ലാം കള്ളമാണ്. എന്തിനാ നീ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പറയില്ല. റൗഡിയെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇനി അവൻ വേണ്ട. നിങ്ങളോട് പോലും ഞാൻ പറയുന്നില്ലെങ്കിൽ അത് എത്രമാത്രം ആയിരിക്കും എന്ന് അറിഞ്ഞൂടെ? അഞ്ജലി പറഞ്ഞിട്ട് ഗൗതവും കീർത്തി ഒരുപോലെ ഞെട്ടി. ഗൗതം അഞ്ജലിയുടെ അടുത്ത് വന്നു. അഞ്ജലി കരഞ്ഞുകൊണ്ട് ഗൗതമിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ഉള്ളിൽ ആരോടും പറയാൻ കഴിയാത്ത എന്തോ സങ്കടമുണ്ടെന്ന് ഗൗതമിന് മനസ്സിലായി. അതിന് കാരണക്കാരായിരിക്കുമെന്ന് അവന് മനസ്സിലായി. അവന്റെ മനസ്സിലായോട് വെറുപ്പ് തോന്നി. വേദനിച്ചോടി. അവളുടെ കവളിൽ തലോടി ഗൗതം ചോദിച്ചു. അഞ്ജലി അവനെ കൂടുതൽ ഇറുകെ പിടിച്ച് കരഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് ഗൗതം നിന്നു. ആ കാഴ്ച കണ്ട് കണ്ണു തുടച്ച് കീർത്തിയും നിന്നു. രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കായിരുന്നു അഞ്ജലി. അവളുടെ കൂടെ കീർത്തിയും ഉണ്ടായിരുന്നു. ഗൗതം പുറത്തുപോയിരുന്നു. അഞ്ജലി ശിവയുടെ ഓർമ്മയിൽ ഉരുകിക്കിടന്നു. കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു. അഞ്ജലിയുടെ വീടിന് മുമ്പിൽ ബൈക്ക് നിർത്തി ശിവ ഇറങ്ങി. അവൻ മതിൽ കയറാൻ നിന്നു. ഡാനി അവനെ തടഞ്ഞു. നീ ഇവിടെ വന്നോ? ഞാനിപ്പോൾ വരാം. ഡാ, ഞാനും വരാം. പറഞ്ഞു കേട്ടാൽ മതി. എനിക്ക് അവളെ കാണണം, അല്ലെങ്കിൽ ശരിയാവില്ല. ശിവ മതിൽ കയറി അകത്ത് ചാടിയതും ഡാനി ബൈക്കിൻ്റെ അടുത്ത് പോയി നിന്നു. എന്തും നേരിടാൻ തയ്യാറായി തന്നെയായിരുന്നു ഡാനി. അഞ്ജലി കണ്ണടച്ച് കിടക്കുന്നുണ്ട്. അവൾ ഉറങ്ങിയെന്ന് തോന്നി. കീർത്തി മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിൽ നിന്ന് പോയി. എന്നാൽ അഞ്ജലി ഉറങ്ങിയിരുന്നില്ല. അഞ്ജലിക്ക് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. മൂക്കിലേക്ക് മദ്യത്തിന് മണം വീശിയതും അഞ്ജലി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവിടെ എവിടെയോ ശിവയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിയോടെ ലൈറ്റിട്ട് തിരിഞ്ഞു. അവിടെ രണ്ട് കൈകളും പിടിച്ചു വെച്ചുകൊണ്ട് ശിവ അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. പേടിച്ചുപോയ അഞ്ജലി കുതിരിമാറാൻ ശ്രമിച്ചു. എന്നാൽ ശിവയുടെ ശക്തിക്ക് മുമ്പിൽ അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അടങ്ങി നിന്നോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വീടന്നെ എന്തിനാ വന്ന്? ഞാൻ പറഞ്ഞല്ലേ എല്ലാം. അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ തോന്നു പറഞ്ഞു പോവാൻ ഞാൻ ആരടി പിള്ളേ? ഇത് ശിവയാ. നീ അഭിനയം കൊണ്ടുവന്ന ആള് തെറ്റി നിനക്ക്. അവളുടെ കൈകളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ശിവ അവളെ തിരിച്ചു നിർത്തി. അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അഞ്ജലി മുഖം താഴ്ത്തിയതും ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ അവളുടെ മുഖം കൊണ്ടുവന്നു. പറയടി, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. നിന്റെ മനസ്സിൽ ഈ ശിവയില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയടി. അഞ്ജലിയുടെ മിഴികൾ നിറഞ്ഞു. ശിവയുടെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് അവളുടെ ഹൃദയം പിടഞ്ഞു. പറഞ്ഞു പോയതെല്ലാം കളവായിരുന്നെന്ന് അവനോട് വിളിച്ചു പറയാൻ അവളുടെ മനസ്സോർത്തു. പക്ഷേ മുന്നിലുള്ള തടസ്സമോർത്ത് പിടയുന്ന ഹൃദയത്തോടെ അഞ്ജലി നിന്നു. നീ പറയില്ല, നിനക്ക് കഴിയില്ല. നീ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കിയായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണിൽ നീ നോക്കിയിട്ടില്ല. എൻ്റെ കണ്ണിൽ നോക്കി പറ, ശിവ നിന്റെ ഹൃദയത്തിലില്ലെന്ന്. എന്നാൽ ഈ നിമിഷം ഞാൻ ഇറങ്ങും. പിന്നെ നിന്റെ കൺമുമ്പിൽ ഞാൻ വരില്ല. അഞ്ജലിയുടെ ഉള്ളം നീറി. അവനെ ചേർത്ത് പിടിക്കാനും ചുംബനം കൊണ്ട് മൂടാനും അവളുടെ ഹൃദയം തുടിച്ചു. പക്ഷെ അവൾ അവനെ നോക്കിക്കല്ലാതെ ഒന്നും ചെയ്തില്ല. ഞാൻ കുടിച്ചിട്ടുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട്. കുടിച്ചാന്ന് എനിക്ക് ഉമ്മതല്ലെന്നല്ലേ പറഞ്ഞേ. പക്ഷെ എനിക്കിപ്പോൾ വേണം. നിന്റെ അനുവാദം എനിക്ക് വേണ്ട. അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് തന്നെ ശിവ അവളുടെ മുഖാവിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകൾ പൊതിഞ്ഞതും അഞ്ജലി പിടഞ്ഞുപോയി. അവൻ്റെ കൈകളെ മാറ്റാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ചുംബനം അവളും കൊതിച്ചിരുന്നു. അവനിൽ ലയിച്ചു നിൽക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അഞ്ജലിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ കൈകളെ പിടിച്ചു വെച്ചു ശിവ. അവളുടെ രണ്ട് കൈകളും മുകളിലേക്ക് കൊണ്ടുവന്നു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു. അവൻ്റെ ചുംബനമേറ്റ് അവളുടെ ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി. അവനിൽ ആവേശം കെട്ടടങ്ങിയില്ല. ഉള്ളിലെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു. അവൻ അവളുടെ അധരങ്ങൾ വാശിയോടെ നുകർന്നു. അവൻ്റെ തീവ്ര പ്രണയത്തിൽ ലയിച്ച് ശ്വാസം അടക്കി അഞ്ജലിയിൽ നിന്നു. ഒടുവിൽ അവളിലെ ശ്വാസഗതി ഉയരുന്നു കണ്ട് ശിവ ഒട്ടും ആഗ്രഹമില്ലാതെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു.
രണ്ടുപേരും കിതച്ചു പോയിരുന്നു. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ശിവ നിന്നു. കണ്ണടച്ചുകൊണ്ട് അഞ്ജലിയും. നീ എന്നെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, ശിവ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, എന്തു വന്നാലും ഞാൻ നിന്നെ സ്വന്താക്കിയിരിക്കും. ഇത് ശിവയുടെ വാക്കാ. നിന്റെ റൗഡി നിനക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങിയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ അവളിൽ നിന്ന് അകന്നു മാറി. അവളെ നോക്കി പോവാൻ നിന്നു. അഞ്ജലി അവൻ്റെ കയ്യിൽ പിടിച്ചു. ശിവ തിരിഞ്ഞു നോക്കി. അഞ്ജലി നിറഞ്ഞ മിഴികളോടെ അവനോട് വേണ്ട തലയാട്ടി. അവളുടെ കൈയെടുത്ത ശേഷം ശിവ അവളുടെ അരികിൽ വന്നു. എന്നെ സ്വന്തമാക്കുമ്പോൾ നിനക്ക് പലതും നഷ്ടമാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിനക്കൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നതിന് പിന്നിൽ കളിച്ചാരാണെന്ന് എനിക്കറിയാം. പറഞ്ഞേക്ക്, ശിവ അംഗം കുറിക്കാൻ പോവാണെന്ന്. വേണ്ട റൗഡി, ഞാൻ കരുതിയതുപോലെയല്ല. റൗഡിയുടെ സ്വന്തമായ എനിക്കെൻ്റെ റൗഡിയെ തന്നെ നഷ്ടാവും. അതെനിക്ക് സഹിക്കില്ല. അവളുടെ വാക്കുകൾ കേട്ട് ശിവയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവളിലേക്ക് അടുത്തു വന്ന് ശിവ അവളെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി. അവന്റെ പ്രവൃത്തികൾ കണ്ട് അഞ്ജലി പേടിച്ചുപോയി. പോയി പറഞ്ഞേക്ക് നിന്റെ തന്തയോട്, ശിവയെ മരുമകനായി സ്വീകരിക്കാൻ റെഡിയായിട്ട് ഇരുന്നോളാൻ. നീ റെഡിയായിരുന്നോ എന്റെ പെണ്ണാവാൻ? അവൻ ഭിത്തിയിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ജലി കണ്ണടച്ച് പേടിയോടെ നിന്നു. ശിവ അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ കാതോരം ചുണ്ടുകൾ ചേർത്ത് മൊഴിഞ്ഞു. നിന്റെ അഭിനയത്തിനുള്ള ഓസ്കാർ തരുന്നുണ്ട്. ഇപ്പോഴല്ല, എന്റെ താരി ഈ കഴുത്തിൽ വീണിട്ട് നിന്റെ റൗഡിയുടെ തെമ്മാടിത്തരം സഹിക്കാൻ ഒരുങ്ങിയിരുന്നോ? അകന്നു മാറാന്ന് ശിവ അഞ്ജലി കെട്ടിപ്പിടിച്ചു. അവന്റെ നെഞ്ചിൽ കിടന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. അത് കണ്ടത് ശിവക്ക് ദേഷ്യം കൂടി. അവൻ അവൾ അടർത്തി മാറ്റി അവളുടെ മുഖം കയ്യിലെടുത്തു. എന്തിനാടി കരയുന്നത്? അഞ്ജലി ഒന്നിലും തലയാട്ടി വീണ്ടും അവനിലേക്ക് തന്നെ പറ്റിച്ചേർന്നു. അവൾ ഇറുകെ പിടിച്ചുകൊണ്ട് ശിവയും. അവളുടെ മൂർത്താവിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ ദേഷ്യം നിയന്ത്രിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് അഞ്ജലി കണ്ണു തുടച്ച് അവനിൽ നിന്ന് അകന്നു മാറി. കണ്ണുനീരൊലിച്ചിറങ്ങി അവളുടെ കഴുത്ത് കൈകൊണ്ട് തുടക്കുമ്പോഴാണ് ശിവ അവളുടെ കയ്യിലെ പാട് ശ്രദ്ധിച്ച്. നീലിച്ച് കിടക്കുന്ന ആ പാട് കിടന്നു ശിവ അവളുടെ കയ്യിൽ പിടിച്ചു. അവളിൽ നിന്നും മറച്ചു വെച്ചത് കണ്ടുപിടിച്ച പോലെ അഞ്ജലി വേഗം കൈ പിൻവലിച്ചു. ശിവ അവളെ രൂക്ഷമായി നോക്കി. അതെങ്ങനെയാ? അത് അയാൾ നിന്നെ തല്ലിയോ? അങ്ങനെയൊന്നും ചോദിച്ചതിന് മറുപടി പറയടി. ശിവ ദേഷ്യത്തിൽ പറഞ്ഞു. അഞ്ജലി ആരെങ്കിലും കേൾക്കുന്ന കരുതി അവന്റെ വാപ്പത്തി മിണ്ടലും ദയനീയമായി പറഞ്ഞു. ശിവ അവളുടെ കൈകളെ തട്ടിമാറ്റി മുറിവ് പറ്റിയ കയ്യിൽ പിടിച്ചു. നീ എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ സഹിച്ചത്? അവളുടെ കണ്ണിലേക്ക് നോക്കി ശിവ ചോദിച്ചു. അഞ്ജലി പതിയെ ചിരിച്ചു. അവളെ കാണുന്തോറും അവളോടുള്ള അവന്റെ പ്രണയം കൂടി കൂടി വന്നു. അവളെ ചേർത്ത് പിടിച്ച് കൂടെയുണ്ടെന്ന് പറയും പോലെ. ഞാൻ പോവാ, ഇനി ഇവിടെ നിന്ന് എനിക്ക് സമ്മതം തെറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ ബാൽക്കണി വഴി പോകുന്നു അഞ്ജലി നോക്കി നിന്നു. അവൻ പോയതും കരഞ്ഞുകൊണ്ട് അഞ്ജലി ബെഡിലേക്ക് വീണു. തലേ ദിവസത്തെ രാത്രിയുടെ ഓർമ്മകൾ അഞ്ജലി പേടിച്ചു വരച്ചു. സ്വന്തം പപ്പയുടെ ക്രൂരത നിറഞ്ഞ മുഖം കണ്ടവൾ ഞെട്ടിയിരുന്നു. അയാളുടെ ഭീഷണിക്ക് മുമ്പിൽ തോറ്റുപോയതോർത്ത് അഞ്ജലിയുടെ ഉള്ളം നീറി. ശിവ ദേഷ്യത്തിൽ വരുന്നു. ബൈക്കിൽ കയറുന്ന ഡാനിയവനോട് കാര്യം ചോദിച്ചു. ശിവ എല്ലാം പറഞ്ഞു. ഡാനിക്ക് ദേഷ്യം ഇരച്ചു കയറി. അപ്പൊ അയാളുടെ പണിയാണല്ലേ? നമ്പ്യാരെ നേരിട്ട് കാണാൻ സമയമായിരിക്കുന്നു. ശിവ നിഗൂഢമായി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഡാനി ശരിയാണ് തലയാട്ടി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് ഗൗതം കയറി വന്നു. അഞ്ജലി കരയുന്നുണ്ട്. അവൻ വാതിൽ ലോക്ക് ചെയ്ത് അവിടെ അരികിൽ വന്ന് കിടന്നു. അവന് വന്നതറിഞ്ഞിട്ടും അഞ്ജലി അനങ്ങിയില്ല. ഗൗതം പതിയെ അവിടെ കൈകളിൽ തൊട്ടു. ഒന്നും വേണ്ടായിരുന്നു ഗൗതം. ഉള്ളിൽ ഇഷ്ടം ആരോടും പറയാതെ കുഴിച്ചു മൂടി നീ ഇതിനെ വിവാഹം കഴിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ആർക്കും ഞാൻ കാരണം ഒരു സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നിന്റെ സന്തോഷമോ? എൻ്റെ സന്തോഷത്തിനൊക്കെ എന്ത് വിലയാണ്? എന്നോട് പറയടി, എന്തുണ്ടായി? അങ്കിളെന്താ? എൻ്റെ പപ്പയുടെ മറ്റൊരു മുഖം ഞാൻ ഇന്നലെ കണ്ടു ഗൗതം. അത് പറയാൻ കൂടെ എനിക്ക് പേടിയാണ്. ഇത്രയും നാൾ ഞാനത് കണ്ടിട്ടില്ല. അങ്കിൾ എങ്ങനെ അറിഞ്ഞില്ല? അറിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ശിവയും പപ്പയും നേർക്കുന്നേരാണ്. രണ്ടുപേരും എനിക്ക് വേണ്ടി പോരാടാൻ തുടങ്ങും. ഞാൻ ആരുടെ കൂടെ നിൽക്കും ഗൗതം? നിന്നെ ജനിപ്പിച്ച് ഇത്രയും വരെ നോക്കി വളർത്തിയത് ഒരു ബാധ്യതയായിട്ട് നീ കാണണ്ട. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. നിന്റെ സന്തോഷം ആഗ്രഹിക്കാത്ത ആളെക്കാൾ നിന്നെ കണ്ട നിമിഷം മുതൽ നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി എന്തിനു തയ്യാറായ ശിവയാണ്. അവനെ വിട്ട് നീ അങ്കിളുടെ കൂടെ നിന്നാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷം പോയിട്ട് സമാധാനം ഉണ്ടാവില്ല. നിന്നോടുള്ള പ്രണയം മറച്ചു വെച്ച് നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. എന്നാലും അങ്കിൾ അറിയുന്ന കരുതി തന്നെയല്ലേ നീ ഇതിന് നിന്ന്. പിന്നെന്താ നിനക്കിപ്പോൾ? പപ്പ എന്നെ മനസ്സിലാക്കും. ഒരിക്കൽ ഞങ്ങൾ സ്വീകരിക്കുന്നൊക്കെ ഞാൻ ഓർത്തു. കുറച്ച് നാൾ പിണങ്ങിയിരുന്നാലും പപ്പ എനിക്ക് വേണ്ടിയെല്ലാം മറക്കുന്ന ഞാൻ കരുതിയത്. പക്ഷെ അന്നൊന്നും പപ്പയുടെയും മുഖം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേടി തോന്നുന്നു. ഗൗതം അരികിലേക്ക് നീങ്ങിക്കിടന്നു. അഞ്ജലി അവൻ്റെ നെഞ്ചിൽ തലവെച്ചു. രമേശിനെ ഓർത്ത് ഗൗതമിന്റെ മനസ്സിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. തലേന്ന് രാത്രി എന്താ ഉണ്ടായെന്ന് അറിയുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അഞ്ജലിക്ക് വേണ്ടി, അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഗൗതം മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുമ്പോഴാണ് രമേശ് വന്നു.
രമേശ് വരുന്ന കണ്ട് അഞ്ജലി പേടിയോടെ പാത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. അയാൾ അഞ്ജലിയെ ഒന്ന് കനപ്പിച്ച് നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഗൗതം അഞ്ജലിയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അഞ്ജലി വേഗം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. അവൾ കൈ കഴുകുമ്പോഴാണ് കാതിലേക്ക് ശിവയുടെ ബൈക്കിന്റെ ശബ്ദം ഇരച്ചു കയറിയത്. അഞ്ജലി ഞെട്ടി. അവൾ രമേശിനെ നോക്കി. ശിവ വന്ന് കണ്ട് ശാലിനി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അഞ്ജലി പേടിയോടെ ഉമിനീരിറക്കി. രമേശിന്റെ മുഖം മാറുന്നു. അയാൾ അഞ്ജലിയെ രൂക്ഷമായി നോക്കുന്നെല്ലാം ഗൗതം കണ്ടു. അഞ്ജലി ശിവയെ കാണണ്ടെന്ന് കരുതി വേഗം മുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൾ വേഗത്തിൽ സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് ആ വിളി വന്നത്. ഏയ് എളിക്കുട്ടി, എങ്ങോട്ടാ ഇത്ര ധൃതിയില്? ശിവയുടെ വിളി കേട്ട് പേടിയോടെ അതിനേക്കാൾ അമ്പരപ്പോടെ അഞ്ജലി തിരിഞ്ഞു നോക്കി. ഇത്രയും ദിവസം വിളിക്കാത്തൊരു പേരും കൊണ്ട് വന്നിരിക്കുന്നോർത്ത് അഞ്ജലി അവനെ തുറിച്ചു നോക്കി. അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ശിവ അകത്ത് കയറി. അഞ്ജലിയെ വിളിച്ചിട്ട് എല്ലാവരും ശിവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കൂടെ ഡാനിയും ഉണ്ടായിരുന്നു. ശിവ അകത്ത് കയറി സോഫയിൽ നിന്നു. കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അവർ രമേശിനെ നോക്കി. അയാൾ കത്തുന്ന മിഴികളോടെ എഴുന്നേറ്റു. എണീക്കണ്ട, മുഴുവൻ കഴിച്ചിട്ട് മതി, ഭക്ഷണം വേസ്റ്റാക്കണ്ട. ശിവയുടെ വാക്കുകളും പെരുമാറ്റവും എല്ലാം കണ്ട് അജയും രാധയും ശാലിനിയും എല്ലാം അന്തം വിട്ടു. ഗൗതമും കീർത്തിയും അഞ്ജലിയും ശിവയും തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രമേശ് കഴിപ്പ് നിർത്തി കൈ കഴുകി അവന്റെ എതിർവശത്ത് പോയിരുന്നു. ഡാനി ശിവയുടെ പുറകിൽ വന്ന് നിന്നു. അവന് രമേശ് നേരെ കനപ്പിച്ച് നോക്കി. എന്താ തെരുവ് കൊണ്ടൊക്കെ രമേശ് നമ്പ്യാരുടെ വീട്ടില്? ഇവിടെ ആർക്കും കൊട്ടേഷനൊന്നും വേണ്ട. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിന്നേക്കാൾ പണി അറിയാവുന്നവരുണ്ട്. രമേശ് പരിഹാസ രൂപേണ പറഞ്ഞു. ശിവ ചെറുചിരിയോടെ ഇരുന്നു. അഞ്ജലി അടുത്ത നിമിഷം എന്തു നടക്കാമെന്ന ചിന്തയോട് അതിലേറെ ഭയത്തോടെ നിന്നു. ഗൗതമും കീർത്തി ഒഴികെ ബാക്കി എല്ലാവരും കാര്യം അറിയാതെ പരസ്പരം നോക്കി. ഞാനൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. അതിനിവിടെ ആർക്കും കല്യാണം വേണ്ടല്ലോ. എൻ്റെ മോനൊരു തെരുവുപണിനെ കിട്ടി. എൻ്റെ മോളുടെ വിവാഹം ഉറപ്പിച്ചു, അമേരിക്കയിലുള്ള ഒരു ബിസിനസ്മാനുമായി. ഇനിയിപ്പോൾ ഇവിടെ കല്യാണം കഴിക്കാൻ ഉണ്ട്. അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരുത്തിയുണ്ട്. ഒന്ന് കെട്ടി ഒഴിവാക്കിയതാ. നിനക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ. രമേശ് പുച്ഛത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ കാലുകൊണ്ട് അവന്റെ മുമ്പിൽ നിന്ന ഗ്ലാസ് ടീ പോയി ഇടിച്ചത് ഒരുമിച്ചായിരുന്നു. ചില്ല് നാനാവിധം തെറിച്ചുപോയി. എല്ലാവരും പേടിച്ചുപോയി. ശിവ ദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് അഞ്ജലിയുടെ നേരെ നടന്നു. അഞ്ജലി ആകെ വിറച്ചു പോയിരുന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ശിവ രമേശിന്റെ മുന്നിലേക്ക് വന്നു. തൻ്റെ മോൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഇവളെയും. ശിവയുടെ വാക്കിൽ കേട്ട് അജയും ശാലിനിയും രാധയും ഞെട്ടി. ഗൗതമും കീർത്തിയും ചിരിച്ചു. അഞ്ജലി പേടിയോട് ശിവയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു. അപ്പോഴും ശിവയുടെ കൈക്കുള്ളിൽ അവിടെ കൈയുണ്ടായിരുന്നു. തന്റെ സമ്മതമൊന്നും വേണ്ട, ശിവക്ക് ഇവളെ കൂടെ കൊണ്ടുപോയി പൊറപ്പിക്കാൻ. പക്ഷേ അങ്ങനെ പറ്റില്ല. ഇവള് നമ്പ്യാരുടെ മോളല്ലേ. ശിവ തെരുവിലെയാണെങ്കിൽ എന്റെ പെണ്ണങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നാളറിഞ്ഞ് എന്നെ കല്യാണം വേണം. തന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ഇവളെ കല്യാണം കഴിക്കണം. രമേശ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അയാൾ അവർക്ക് മുമ്പിൽ വന്നു നിന്നു. അഞ്ജലി മിഴികൾ ഉയർത്തി അയാളെ നോക്കിയില്ല. പേടിയായിരുന്നു അവൾക്ക്. എന്റെ വീട്ടിൽ വന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു? തന്റെ അല്ല, തന്റെ തന്തയുടെ വീട്ടിൽ വേണമെങ്കിൽ ശിവ കയറി ചെല്ലും. രമേശ് അലറിയത്. ശിവ അയാളെ തുറിച്ചു നോക്കി. ശിവയുടെ പുറകെ നിൽക്കുന്ന അഞ്ജലിയെ പിടിച്ചുകൊണ്ട് രമേശ് അയാളുടെ മുന്നിലേക്ക് നിർത്തി. ഇവള് പറയട്ടെ നിന്നെ വേണമെന്ന്. അഞ്ജലി കണ്ണ് ഇറുക്കിയടിച്ച് തലതാഴ്ത്തി നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ അഞ്ജലിയിലേക്ക് നീണ്ടു. ശിവയുടെ കയ്യിലുള്ള അവരുടെ വിരലുകളിൽ ശിവ അമർത്തി പിടിച്ചു. അത് മനസ്സിലാക്കിയതുപോലെ അഞ്ജലി അവരെ നോക്കി. സോറി പപ്പ, എനിക്ക് ശിവയെ ഇഷ്ടം, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാം. അഞ്ജലി പൂർത്തിയാക്കും മുന്നേ രമേശിന്റെ കൈകൾ അവളുടെ മുടിയിൽ പിടുത്തമിട്ടു. അഞ്ജലി വേദന കൊണ്ട് കരഞ്ഞു. ശിവ രമേശിന് നേരെ അടുത്ത് അയാളിൽ നിന്ന് അഞ്ജലിയെ മോചിപ്പിച്ചു. അതുകണ്ട് രാധ വേഗം അഞ്ജലിയുടെ അരികിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഗൗതമും കീർത്തിയും വന്ന് അഞ്ജലിയുടെ അരികിൽ നിന്നു. തന്നെ ഞാൻ തല്ലാത്തത് ഇവളുടെ തന്തയായി എന്നൊരൊറ്റ കാരണം കൊണ്ടാ. ഇറങ്ങി പോടാ ചേറ്റെ എന്റെ വീട്ടിൽ നിന്നും. തെരുവ് പട്ടി എന്റെ വീട്ടിൽ വന്ന് കൊരക്കുന്നോ? രമേശ് വീണ്ടും ശിവയുടെ നേരെ ചീറിയത് ഡാനി രമേശിന്റെ നേരെ പാഞ്ഞെടുത്തു. അവർ രമേശിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കവളിൽ ആഞ്ഞു തള്ളി. ഇവനാണ് താൻ അമ്മായിയപ്പൻ, എനിക്കല്ല. ഡാനി വീണ്ടും രമേശിനെ തള്ളിയത് അജയ് ഡാനി പിടിച്ചു മാറ്റി. അടികൊണ്ട് നിലത്ത് വീണ രമേശിനെ അജയ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശിവ അഞ്ജലിയുടെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. അവൾ വേദന കൊണ്ടും അവിടെ നടക്കുന്നതെല്ലാം കണ്ടും ആകെ തകർന്നു പോയിരുന്നു. അവളെ പിടിച്ചവനെ നെഞ്ചിലേക്കിട്ടു ശിവ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ രമേശിനെ നോക്കി. ശിവയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അഞ്ജലിയെ നോക്കി രാധ കണ്ണു തുടച്ചു. രമേശിന്റെ കൂടെയുള്ള ജീവിതത്തിൽ അവർ നേരിട്ട പീഡനങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ രാധക്ക് അഞ്ജലിയുടെ സങ്കടം മനസ്സിലായി. അഞ്ജലിയെ കണ്ട് അജയ്ക്കും സങ്കടം തോന്നി. തന്റെ പപ്പയുടെ മറ്റൊരു മുഖം അവനും കണ്ടതായിരുന്നു. കരഞ്ഞു തളർന്ന അഞ്ജലിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ശിവ. അവൾ അവനെ ദയനീയമായി നോക്കി. ഇയാളുടെ അടിയും സഹിച്ച് നീ ഇവിടെ നിൽക്കണ്ട. ഇയാൾക്ക് വലുത് പണവും പ്രശസ്തിയാ, നിനക്ക് തീരുമാനിക്കാം.
അഞ്ജലി ഞെട്ടി. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. എല്ലാ മുഖങ്ങളിലും ഒരേ ഭാവം. ആരും പോകരുതെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മുഖം മാത്രം മാറി. രമേശ് അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ വേഗം മുഖം തിരിച്ചു. നീ വന്ന ഈ നിമിഷം നിന്നെയും കൊണ്ട് പോകും ഞാൻ. ഇനി വരുന്നില്ലെങ്കിൽ പിന്നെ ശിവയെ നീ കാണില്ല. അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ തുളച്ചു കയറി. തന്റെ ഒരു തീരുമാനം കൊണ്ട് പലതും സംഭവിക്കുമെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. ഒന്ന് സ്വന്തമായി മറ്റൊന്ന് നഷ്ടമാവുമെന്ന്. എന്ത് തീരുമാനമെടുക്കുമെന്നറിയാതെ അവൾ കുഴങ്ങി. രമേശും ശിവയും അവളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. തുടരും.